കൊച്ചിയിൽ ഫ്ളാറ്റ് സമുച്ചയത്തിന് താഴെ നിർത്തിയിട്ട കാർ കത്തിനശിച്ചു. അണ്ടർഗ്രൗണ്ട് പാർക്കിംഗിൽ നിർത്തിയിട്ട കാറാണ് കത്തിനശിച്ചത്. 4 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീയണച്ചത്. ഒരു ബെൻസ് കാറ് അവര് അപ്പനും മോനും ആ വണ്ടി ഈ ഫ്ലാറ്റിനെ ബേസ് ചെയ്തെടുത്ത് പുറത്തേക്ക് വന്ന സമയത്ത് പുക വന്നപ്പോൾ അവരവിടെ നിർത്തി. അപ്പം തന്നെ നിർത്തി. ഡോറും ബോണറ്റും ബൂട്ട് സ്പേസൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് അവർ പുറത്ത് ചാടി. അപ്പോഴേക്കും പുക ഭയങ്കരമായിട്ട് വന്ന് കത്തണ പോലെ ഫ്ലെയിമൊക്കെ ആയി തുടങ്ങി. അപ്പം തന്നെ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞ് വിതിൻ ഒരു 10 മിനിറ്റ് ഇവിടുന്ന് ഫയർഫോഴ്സൊക്കെ വന്ന് എല്ലാം പണി തുടങ്ങി. ആദ്യം ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ടയറൊക്കെ കത്തിയിട്ട് ഭയങ്കര ഡാർക്ക് പുകയായിരുന്നു. ഇവരുടെ ഭയങ്കര നന്നായിട്ട് അവർ അധ്വാനിച്ച് ഇതിപ്പോൾ കൺട്രോൾഡാക്കി. MK ഷുക്കൂറിന്റെ വിവരങ്ങൾ നൽകാനായി. ഷുക്കൂർ, എന്താണ് സംഭവിച്ചത് അവിടെ? അനീഷ, വലിയ ആശങ്ക ഉയർത്തിയ ഒരു സംഭവമാണിത്. മറൈൻ ഡ്രൈവിലെ സമുദ്ര ദർശൻ ഫ്ളാറ്റിലെ അണ്ടർഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത ഒരു കാറാണ് കത്തി നശിച്ചത്. അണ്ടർഗ്രൗണ്ടിൽ ആയതുകൊണ്ട് തന്നെ ഈ പുക പുറത്തേക്ക് പോകാൻ ഒരു പ്രയാസമുള്ളത് കൊണ്ട് ഈ ഭാഗത്ത് വലിയ തോതിൽ പുക ഉയർന്നു. അതുകൊണ്ട് തന്നെ ഫ്ളാറ്റിൽ നിന്നും ആളുകൾക്ക് പുറത്തിറങ്ങാനും മറ്റും വലിയ പ്രയാസമുണ്ടായി. ഫ്ളാറ്റിനകത്തേക്കും ഈ പുക കയറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. പിന്നീട് 4 യൂണിറ്റ് ഫയർഫോഴ്സ് പല ഫയർ സ്റ്റേഷനുകളിൽ നിന്നായി എത്തി. ഏതാണ്ട് അരമണിക്കൂറോളം വെള്ളം ചീറ്റിയ ശേഷമാണ് ഈ തീ അണക്കാനായത്. പിന്നീട് ഈ ഫ്ളാറ്റിൽ നിന്നുള്ള ആളുകളെല്ലാം തന്നെ പുറത്തിറങ്ങി അപകട നിലയില്ല എന്ന് ഉറപ്പായ ശേഷം മാത്രമാണ് പിന്നീട് ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചത്. എന്തായാലും ഈ ഒരു കാറ് മാത്രമാണ് കത്തിയത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കാറ് കത്തി നശിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായിട്ടില്ല. ഈ ഭാഗത്ത് വെന്റിലേഷൻ കുറവായത് കൊണ്ട് തന്നെയുള്ള ഒരു പ്രയാസമാണ് ഉണ്ടായത്. അതെന്തായാലും ഫയർഫോഴ്സ് ഈ കെട്ടിടത്തിന്റെ ഉടമകളെ അറിയിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്.